മനസ്സിലൊരു കാര്യം ഉറപ്പിച്ച് ഈ ദേവസന്നിധിയിൽ ശയനപ്രദക്ഷിണം ചെയ്താൽ ഇതാ അപ്പോൾ നടത്തിത്തരും. കാര്യം എന്താണെന്നറിയാവോ? ഞാനിപ്പോൾ നിന്നെ കാണണമെന്നാണ് മനസ്സിലാഗ്രഹിച്ചത്. ആണ്ട് അപ്പോൾ തന്നെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തന്നു. ഭഗവതി, നിന്നെ എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശയനപ്രദക്ഷിണം. കാരൂർ ജ്യോത്സ്യം പറഞ്ഞത് കേട്ടില്ലേ? പുറത്തുനിന്ന് വന്ന ഒരാളാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. അതൊന്ന് ഉറപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ നേർച്ച. ബാബുക്കുട്ടാ, നീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ മിണ്ടായിരുന്നതേ എന്റെ നേർച്ചയും വഴിപാടും പൂർത്തിയാക്കാനാ. എന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം നിന്റെ മുന്നിൽ വെച്ച് തന്നെ കിട്ടും. ഭഗവതി കാണിച്ചു തരും. നമ്മുടെ കല്യാണത്തിന് ഒരു തടസ്സം ഉണ്ടാവരുത്. കല്യാണം കഴിഞ്ഞിട്ട് അരവിന്ദേട്ടന്റെ വീട്ടില് എല്ലാരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചു. ചാരു ഇപ്പോഴും ഈ അമ്പലത്തിലാണോ വരാറ്? ആ അതെ. ചാരു പ്രാർത്ഥിച്ചതൊക്കെ ഈ ദേവി നടത്തി തരാറുണ്ടോ? ഇതുവരെ ഒന്നും എനിക്ക് തരാതിരുന്നിട്ടില്ല. ഇപ്പോ അരവിന്ദേട്ടനെ എനിക്ക് തന്നില്ലേ? കൈ നീട്ടിക്ക്. എന്തിന്? നീട്ടന്നെ. എന്തിന്? നീട്ട്. ഇത് രക്ഷയാ. നമ്മുടെ കല്യാണം തടസ്സമൊന്നുമില്ലാതെ നടക്കണ്ടേ? ഇനി ഒട്ടും പേടിക്കണ്ട, എല്ലാം ഭംഗിയായിട്ട് നടക്കും. പോണ്ടേ? വീട്ടിൽ പോണ്ടേ? പോവാം. ശരി.